അപ്പോൾ ഓക്കെ, ചാപ്റ്റർ നമ്പർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി. അതിലെ ഇക്വേഷൻസിലേക്കാണ് നമ്മൾ കവർ ചെയ്യുള്ളൂ. ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഈ ഒരു സെഷനിൽ. സോ ഫസ്റ്റ് കറണ്ടിന് ഏറ്റവും ജനറൽ ഇക്വേഷൻ ആണ് I = Q/T, ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. I = Q/T. കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ് ഇക്വേഷൻ ആണ് dQ/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോ. എല്ലാവർക്കും അറിയാം. The next quantity is current density. So what is current density? The amount of current flowing through a unit area. ഒരു യൂണിറ്റ് ഒരു കറണ്ട് കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണ്, എ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ I കറണ്ട് അതിൽ ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ, ഒരു കണ്ടക്ടർ വിത്ത് എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യാണ് I കറണ്ട് ഫ്ലോ ചെയ്യാണ്. ദെൻ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, കൈ കാണിച്ച ക്ലിയർ ആണെങ്കിൽ ദെൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഓംസ് ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to IR. V is equal to voltage equal to current into resistance. Okay, V is proportional to I. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ ആണ്. ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആയ ഇക്വേഷൻ ആണ് R is equal to rho L by A. And what is rho? Rho is the resistivity of the conductor. L is the length of the conductor. A is the area of cross section. Then R is equal to rho L by A. Rho and resistivity. ഈ റോ ഒരു മെറ്റീരിയൽ റോ, ഒരു കോപ്പറിന്റെ അല്ലെങ്കിൽ ഒരു അയണിന്റെ ഒരു മെറ്റീരിയൽ നമ്മൾ റെസിസ്റ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ ആ റെസിസ്റ്റിവിറ്റി ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണ്? കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ലെങ്ത് കൂടിയാലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാലും കുറഞ്ഞാലൊന്നും റെസിസ്റ്റിവിറ്റിക്ക് യാതൊരു മാറ്റമില്ല. റെസിസ്റ്റൻസ് മാറും അക്കോർഡിംഗ് ടു ഇക്വേഷൻ R is equal to rho L by A. ഓക്കെ, റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി മാറും. ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലാണ് റെസിസ്റ്റിവിറ്റി മാറുക. അതിന് ഇക്വേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to EE by m into τ. അതിൽ സ്മോൾ ഇ ആണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ, ക്യാപിറ്റൽ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ്, m ആണ് മാസ് ഓഫ് ഇലക്ട്രോൺ, τ ആണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം. The time between two successive collision, ഇതാണ് റിലാക്സേഷൻ ടൈം. ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ, അതായത് ഒരു ഇലക്ട്രോൺ ഇവിടെ കൊളൈഡ് ചെയ്തു, ഇവിടെ കൊളൈഡ് ചെയ്തു, ഈ പോയിന്റിൽ കൊളൈഡ് ചെയ്തു. നെക്സ്റ്റ് കൊളീഷൻ സംഭവിക്കുന്നത്, അത് ആ കൊളീഷൻ കഴിഞ്ഞിട്ട് ഈ ഇലക്ട്രോൺ രണ്ടാമത് കൊളൈഡ് ചെയ്യുന്ന ആ രണ്ട് കൊളീഷനിടയിലുള്ള ടൈം ഇന്റർവൽ ആണ്. ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ നമ്മൾ എന്ത് വിളിക്കുക? റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുക, ടോ. കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ സോ E ക്യാപിറ്റൽ E by m into τ. τ is a relaxation time. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വാണ്ടിറ്റി, റിലാക്സേഷൻ ടൈം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ആണ്. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി? അതിൻ്റെ ഐഡിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺസ് ഒരു മെറ്റീരിയലിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും, അത് ഒരു ബാറ്ററി കണക്ട് ചെയ്താലും ഇല്ലെങ്കിലെല്ലാം ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബാറ്ററി കണക്ട് ചെയ്യണമെന്നില്ല ഇലക്ട്രോൺസ് മൂവ് ചെയ്യിക്കാനായിട്ട്. ബാറ്ററി കണക്ട് ചെയ്താലും ഇല്ലെങ്കിലെല്ലാം ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്. ബട്ട് റാൻഡം മോഷനിലാണെങ്കിലും ഇലക്ട്രോൺസ് കാരണം, ഈ മോഷൻ കാരണം കറണ്ട് ഇല്ല, കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഈ റാൻഡം മോഷൻ കാരണം നമ്മളൊരു മെറ്റീരിയൽ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ ഇലക്ട്രോൺസും റാൻഡം മോഷനിലാണ്. പക്ഷെ ഈ മോഷൻ കാരണം കറണ്ട് ഇല്ല. ഓക്കെ, വൈ? എന്തുകൊണ്ട് കറണ്ട് ഇല്ലാത്തത്? ബിക്കോസ് റാൻഡം മോഷൻ ആണ്. കാര്യം മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി 0 ആണ്. അതായത് ഇൻ എഫക്ട് ഇലക്ട്രോൺസ് ഒരു പോയിന്റ് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ, ബാറ്ററി കണക്ട് ചെയ്തില്ലെങ്കിൽ. മനസ്സിലായി? കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ ദെൻ നമ്മൾ ഈ കണ്ടക്ടർ ഒരു ബാറ്ററി കണക്ട് ചെയ്യുകയാണ്. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരാണ്. ഈ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരാണ്.
ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫോഴ്സ് കാരണം ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് കാരണം ഈ റാൻഡം മോഷനുള്ള ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യാണ്. നമ്മളൊരു പുഴയിൽ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ കുറെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും മീൻ. സോ റാൻഡം മോഷനിലാണ് അല്ലെ, മീൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇൻ എഫക്റ്റ് അതൊരു പോയിന്റ് മറ്റേ പോയിന്റിൽ പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പുഴ ഒഴുകുന്നില്ലേ, ശരിയല്ല, ആ പുഴ ഒഴുകുന്നില്ലേ? അതേപോലെ പുഴ ഒഴുകുമ്പോൾ ആ റാൻഡം മോഷനുള്ള മീനുകൾ ആ ഒഴുക്കിനൊപ്പം പോകുന്ന പോലെയാണ് ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു നെറ്റ് ഫോഴ്സ് വരാം. ആ ഫോഴ്സ് വരുമ്പോഴാണ് ഈ റാൻഡം മോഷനുള്ള ഇലക്ട്രോൺസ് മൊത്തത്തിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അതാണ് ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി 0 അല്ല, നെറ്റ് ആവറേജ് വെലോസിറ്റി ഉണ്ട്, 0 അല്ല. ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡ് കാരണം. മനസ്സിലായി കൈ കാണിച്ചത് ഓക്കെ ആണെങ്കിൽ അത് കൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിത്ത് റിലാക്സേഷൻ ടൈം പഠിക്കാം. മൊബിലിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 1 യൂണിറ്റ്, 1 വോൾട്ട് പെർ മീറ്റർ ഓർ 1 ന്യൂട്ടൺ പെർ കുളം. 1 യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകും? അതിനെയാണ് മൊബിലിറ്റി എന്ന് വിളിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മൊബിലിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, മൊബിലിറ്റി. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷനിൽ നിന്ന് ആ ഇയുടെ ടേം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ ടേം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബിലിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. ഈ ടോ ബൈ എം അല്ല, ഇ ടോ ബൈ എം ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. സോ അത് ക്യാൻസൽ ആയി പോകും. ഇ ടോ ബൈ എം. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ മൊബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, മൊബിലിറ്റിയുടെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റർ സ്ക്വയർ ബൈ വോൾട്ട് സെക്കൻഡ്. The next important equation ആണ് റിലേഷൻ ബിറ്റ്വീൻ കറന്റ്, നമ്മുടെ നോർമൽ കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് I is equal to NAVDE. N ആണ് number of electrons per unit volume. N is the number of electrons per unit volume. Electron density എന്ന് പറയും, free electron number density. A is the area of cross section, VD is the drift velocity, E is the charge of electron. ബാക്കിയെല്ലാം സെയിം തന്നെ. N ആണ് number of electrons per unit volume. ക്ലിയർ ആണ്? കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് I is equal to NAVDE. ഇത് രണ്ട് ക്വാണ്ടിറ്റീസ് പഠിച്ചു വെക്കുക, ഓർത്തിരിക്കുക. ഒന്ന് കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. സിഗ്മ ഈക്വൽ 1/ρ, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ. അതായത് ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ആ പേര് തന്നെയുണ്ട്, എന്താണ് കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലോ ഓഫ് കറന്റിനെ ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി അപ്പോൾ എന്തായിരിക്കും? കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി. സോ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ നാച്ചുറലി അതിന് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ആൻസർ ക്ലിയർ ആണെങ്കിൽ. ആൻഡ് സിമിലർലി കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ് പഠിച്ചല്ലോ, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കണ്ടക്റ്റൻസ് കൂടും. അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ടിവിറ്റി യൂണിറ്റ് ആണ് ഓം റേസ് ടു -1, മീറ്റർ റേസ് ടു -1. കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോ, ഓമിന്റെ തിരിച്ചെടുത്തത് മോ, അല്ലെങ്കിൽ ഓം റേസ് ടു -1 കറക്റ്റ് യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് റോ ഇസ് ഈക്വൽ ടു m/n(e²) ടോ. സിമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. മാസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ ഡെൻസിറ്റി, ചാർജ് ഓഫ് ഇലക്ട്രോൺ, റിലാക്സേഷൻ ടൈം. റോ ഇസ് ഈക്വൽ ടു m/n(e²) ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്, ലെങ്തിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഡസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി മാറും, ദെയർഫോർ റെസിസ്റ്റൻസും മാറും. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി മാറും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബേസിക്കലി റെസിസ്റ്റൻസ് കൂടും കണ്ടക്ടേഴ്സിന്റെ കേസിൽ.
ടെമ്പറേച്ചർ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ആണുള്ള ഇക്വേഷൻ ആണ് R2 is equal to R1 into 1 plus alpha into T2 minus T1. അതായത് ഈ ഇക്വേഷൻ മീനിങ് ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് ടെമ്പറേച്ചർ ഉണ്ട്, T1 T2. അതിൽ T1 T2 ആണ് ടെമ്പറേച്ചർ. R1 R2 ആണ് ആ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസുകൾ. അതായത് T1 ടെമ്പറേച്ചറിൽ ഒരു മെറ്റീരിയൽ റെസിസ്റ്റൻസ് R1 ആയിരുന്നു. T2 ടെമ്പറേച്ചറിൽ ആ മെറ്റീരിയൽ റെസിസ്റ്റൻസ് R2 ആണ്. ആ T1 T2 R1 R2 തമ്മിലുള്ള റിലേഷൻ ആണ് R2 is equal to R1 into 1 plus alpha into T2 minus T1. സെയിം ഇക്വേഷൻ തന്നെ ആൽഫ ഈക്വൽ ടു എന്ന് എഴുതിക്കുന്ന റിലേഷൻ ആണ്. സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല, ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് R1 ആയിരുന്നു, അപ്പോൾ ടെമ്പറേച്ചർ T1 ആയിരുന്നു. നമ്മൾ അതിന് ഹീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാണ്. ഹീറ്റിന് ശേഷം നമ്മൾ അതിന് ടെമ്പറേച്ചർ T2 ആക്കി. T2 ടെമ്പറേച്ചർ ആക്കിയപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് R2. കൂടാം കുറയാം, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടാം, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഈ R1 R2 തമ്മിൽ റിലേഷൻ ആണ് R2 is equal to, പുതിയ റെസിസ്റ്റൻസ് R2 is equal to R1, പഴയ റെസിസ്റ്റൻസ് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, ആൽഫ ഇൻറ്റു T2 മൈനസ് T1. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും ഈ ആൽഫ. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സെയിം ഇക്വേഷനിലെ നമുക്ക് റെസിസ്റ്റൻസ് വരെ റെസിസ്റ്റിവിറ്റി ഇട്ട് കഴിഞ്ഞാലും സെയിം ആണ്. ഈ റെസിസ്റ്റൻസ് വരെ നമുക്ക് ρ2 is equal to ρ1 plus 1 plus alpha into T2 minus T1. സെയിം ആണ്. R2 എന്ന് പറഞ്ഞാൽ റോ L by A. ρ2 L by A. R1 എന്ന് പറഞ്ഞാൽ ρ1 L by A. രണ്ടിടത്തും എല്ലും എ ക്യാൻസൽ ആയി പോകും. സോ ρ2 ഈക്വൽ ടു ρ1 ഇൻറ്റു ഈ ഇക്വേഷൻ കിട്ടും. സോ അപ്പോൾ നമുക്ക് ആറും കൊടുക്കാം, റോയും കൊടുക്കാം, സെയിം ആണ്, ഫോർമാറ്റ് സെയിം ആണ് ഇക്വേഷൻ്റെ. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ശരി. നമ്മൾ കറന്റ് ഡെൻസിറ്റി പറഞ്ഞു J ഈക്വൽ ടു I by A ആണ്. കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NAVDE ആണ്, കറണ്ട് ബൈ ഏരിയ, അതാണ് കറണ്ട് ഡെൻസിറ്റി. സോ എ ക്യാൻസൽ ആവും. സോ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റ് ഡെൻസിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് J is equal to NEVD. കറണ്ട് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ ആ എയും ക്യാൻസൽ ആകും, NEVD. കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഓംസ് ലോഡിന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ്. J is equal to sigma E. J is equal to sigma E. J ആണ് കറന്റ് ഡെൻസിറ്റി, സിഗ്മ ആണ് കണ്ടക്ടിവിറ്റി, E ആണ് ഇലക്ട്രിക് ഫീൽഡ്. J is equal to sigma E. വെക്ടർ ഫോമിലാണെങ്കിൽ കറന്റ് ഡെൻസിറ്റി J is equal to sigma into electric field. ചോദിച്ചോളൂ. ഏബൽ NEAVD ആണ് കറണ്ട്. ആ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് കറന്റ് ഡെൻസിറ്റി. കറണ്ട് ഈസ് ഈക്വൽ ടു NEAVD E. NEAVD. ആ കറണ്ട് ഡിവൈഡ് ബൈ ഏരിയ ആണ് നമ്മൾ ഈ പറയുന്ന കറന്റ് ഡെൻസിറ്റി. സോ നമുക്ക് ഡിവൈഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയും ക്യാൻസൽ ആവും, NEVD കറന്റ് ഡെൻസിറ്റി. ഇതല്ലേ ചോദിച്ചത്? ഇതാണ് ചോദിച്ചത്. ഓക്കെ,
എടാ കേട്ടില്ല. ഹോൾസോ? ഹോൾസ് നമുക്ക് ഇപ്പോൾ വേണ്ട, അത് സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കാം. ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ വാക്കൻസിയാണ് ഹോൾസ്. പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പവർ ആണുള്ള ഇക്വേഷൻ ആണ്. ഇലക്ട്രിക്കൽ പവർ ഈസ് ഈക്വൽ ടു 3 ഇക്വേഷൻസ് ഉണ്ട്, 3 പഠിക്കണം. ആൻഡ് സിറ്റുവേഷൻ നോക്കിയിട്ട് അതിൽ ഏതാണ് ചൂസ് ചെയ്യണം. P is equal to V into I, വോൾട്ടേജ് ഇൻറ്റു കറന്റ് പവർ ആണ്. I സ്ക്വയർ R അതും പവർ ആണ്. V സ്ക്വയർ ബൈ R ആണ് കേട്ടോ, V ബൈ R അല്ല, V സ്ക്വയർ ബൈ R ആണ്, അതും പവർ ആണ്. പവർ, ഇലക്ട്രിക്കൽ പവർ. Then ഹീറ്റ് എനർജി ആണ് ഇക്വേഷൻ. അതായത് ഒരു കറണ്ട് ഒരു റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എനർജി കാണുന്ന ഇക്വേഷൻ ആണ്. പവറിന്റെ ഇക്വേഷനിൽ കൂടെ തന്നെ ഒരു ടൈമിന് ടേം ആഡ് ചെയ്താൽ മതി. സോ I സ്ക്വയർ RT, VIT ആൻഡ് V സ്ക്വയർ ബൈ R ഇൻറ്റു T. പവറിന്റെ ഇക്വേഷന് 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷനിലും ടൈമിന് ടേം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് എനർജി. സെയിം ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക്കൽ കറണ്ട്. വർക്ക് ഡൺ ബൈ ദ കറണ്ടും സെയിം ഇക്വേഷൻ ആണ്. വർക്ക് ഡൺ ബൈ ബാറ്ററി സെയിം ഇക്വേഷൻ ആണ്. ഈ 2 യൂണിറ്റുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. 1 ഹോഴ്സ് പവർ, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്, SI യൂണിറ്റ് വാട്ടാണ്. ചിലപ്പോൾ ഹോഴ്സ് പവറിലോ അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട് ആണ്. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁶ ജൂൾ ആണ്. എനർജിയുടെ യൂണിറ്റ്, ഇത് പവറിന്റെ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഇനി സെൽസിലേക്ക് കിടക്കുകയാണ്. സെൽസിന്റെ EMFും വോൾട്ടേജും ഇന്റേണൽ റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് V is equal to E minus IR. ഓർ തിരിച്ചും പറയാം, E is equal to V plus IR. ഈ ആണ് EMF, V ആണ് വോൾട്ടേജ്. നമുക്ക് പുറത്തോട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ വോൾട്ടേജ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ I കറന്റ്, R ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, സെല്ലിന്റെ അകത്തുള്ള റെസിസ്റ്റൻസ്. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. E is equal to V plus IR. ഇനി നമ്മൾ സെൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ കറണ്ട് ആണുള്ള ഇക്വേഷൻ ആണ് NE/NR + R. നമ്മൾ n നമ്പർ ഓഫ് സെൽസ്, ഓക്കെ, നമ്മൾ n നമ്പർ ഓഫ് സെൽസ് ഇതേപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഫിഗർ ഉണ്ടാവുമല്ലോ, n നമ്പർ ഓഫ് സെൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഐഡന്റിക്കൽ സെൽസ് ആണ്. എല്ലാത്തിൻ്റെയും EMF E ആണ്, എല്ലാത്തിൻ്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. സോ ഐഡന്റിക്കൽ സെൽസ് ആണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. n നമ്പർ ഓഫ് സെൽസ് കണക്ട് ചെയ്യുന്നത് 1 2 3 4 5 6 അങ്ങനെ n നമ്പർ ഓഫ് സെൽസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണുള്ള ഇക്വേഷൻ ആണ് NE/NR + R. n ആണ് നമ്പർ ഓഫ് സെൽസ്, നമ്പർ ഓഫ് സെൽസ്. ഈ EMF ഓഫ് സെൽ, R ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ, ക്യാപിറ്റൽ R ആണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇനി ഇതേ സെൽസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ, ഇതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെ EMF E തന്നെ, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. അങ്ങനെ n നമ്പർ ഓഫ് സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ
അവിടെയുള്ള കറണ്ട് ഇക്വേഷൻ ആണ് എൻ ഇ ബൈ എൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ. സോ എൻ ഇ ബൈ എൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ, അത് ഒരു ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. എൻ ഇ ബൈ എൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ. സീരീസിൽ എൻ സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ആയിരുന്നു, ഇവിടെ എൻ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. ഇനി നമ്മൾ കുറെ സെൽസ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാണ്. അതായത് എൻ നമ്പർ ഓഫ് സെൽസ് സീരീസ് ആയിട്ടും അതുപോലെ എം, അങ്ങനത്തെ എം ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, സോ ഒരു ബ്രാഞ്ചിൽ, ഒറ്റ ബ്രാഞ്ചിൽ എൻ നമ്പർ ഓഫ് ഐഡന്റിക്കൽ സെൽസ് ഉണ്ട്. അതേപോലത്തെ എം നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഓരോ ബ്രാഞ്ചിലും എൻ നമ്പർ ഓഫ് സെൽസ്, അങ്ങനെ എം നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇക്വേഷൻ ആണ് എൻ ഇ ബൈ ആർ പ്ലസ് എൻ ആർ ബൈ എം. എൻ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിലുള്ള നമ്പേഴ്സ് ആണ്. എം എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അതാണ് എം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ലോസ് ആണ് കിർച്ചോഫ്സ് ലോസ്. കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ആ ജംഗ്ഷൻ പോകുന്ന കറണ്ടും സെയിം ആണ്. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ is equal to current leaving the junction, or algebraic sum of current meeting at the junction is in a closed circuit is 0. രണ്ടും സെയിം മീനിങ് ആണ്. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ is equal to current leaving the junction. ഫോർ എക്സാമ്പിൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ I1ഉം I2ഉം I3ഉം ജംഗ്ഷനിലേക്ക് എൻട്രി ആണ്. I4ഉം I5ഉം ജംഗ്ഷൻ ലീവ് ചെയ്യാണ്. സോ നമ്മൾ കിർച്ചോഫ് ലോ ഈ സിറ്റുവേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I3 പ്ലസ് I4 പ്ലസ് I5. അല്ല, ഇങ്ങനെ എഴുതാം, I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് മൈനസ് I4 പ്ലസ് മൈനസ് I5 ഈക്വൽ 0. നമ്മൾ എൻ്റർ ചെയ്യുന്ന കറണ്ട് പോസിറ്റീവായിട്ട് എടുത്തു, ലീവ് ചെയ്യുന്ന കറണ്ട് നെഗറ്റീവായിട്ട് എടുത്തു. അതിൻ്റെ ഓൾജിബ്രായിക് സം 0 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ക്വസ്റ്റ്യനിൽ. ക്ലിയർ ആണ്? കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലോ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് അത് അപ്ലൈ ചെയ്യാൻ ഇതിനേക്കാൾ അല്പം ബുദ്ധിമുട്ടാണ്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ഓർ ലൂപ്പ് റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ ലോ എന്ന് പറയും. Algebraic sum of product of current and resistance in any closed loop is equal to the EMF of that loop. The algebraic sum of all the potential drops and EMFs along any closed path in an electrical network is always 0. ശ്രദ്ധിക്കുക. ഒരു ലൂപ്പ് എ ബി സി ഡി, കാരണം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് ഏതൊരു ലൂപ്പിലും, ഒരു സർക്യൂട്ടിലെ ഏതൊരു ലൂപ്പിലും, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ നമുക്ക് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാം, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദ സം ഓഫ് ഓൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും EMFന്റെയും ഓൾജിബ്രായിക് സം 0 ആയിരിക്കും എന്നാണ് നമ്മുടെ കിർച്ചോഫ് സെക്കൻഡ് ലോ പറയുന്നത്. സോ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ABCDA എന്ന ലൂപ്പാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആദ്യം സെല്ല് വരുന്നുണ്ട്. സോ ആ സെല്ലിന്റെ EMF ആഡ് ചെയ്യണം. സെല്ലിന്റെ EMF സപ്പോസ് E ആന്നിരിക്കുക. സോ E പ്ലസ് ഓർ മൈനസ് നമുക്ക് നോക്കാം കേട്ടോ. അത് പ്ലസ് ഓർ മൈനസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് E നമ്മൾ നോക്കുകയാണ്. അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. ഈ റെസിസ്റ്റൻസ് അക്രോസ് ആണ് അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സപ്പോസ് I ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ, R റെസിസ്റ്റൻസ് എങ്കിൽ I ഇൻറ്റു R, ഇതാണ് അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിന്റെ ഓൾജിബ്രായിക് സം 0 എന്ന് പറയുന്നത്. ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് പോസിറ്റീവ് എടുക്കണം, ഏത് നെഗറ്റീവ് എടുക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. രണ്ട് രീതിയിൽ കൺവെൻഷൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രോപ്പർ രണ്ട് രീതിയിൽ ചെയ്താലും ഫൈനൽ ആൻസർ നമുക്ക് ശരിയായിട്ട് കിട്ടും. ബട്ട് ദ കൺവെൻഷൻ ഈസ്, അല്ലെങ്കിൽ ഏറ്റവും ജനറൽ യൂസ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ, കറന്റിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലൂപ്പ് പോകുന്നതെങ്കിൽ
നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം പോസിറ്റീവ് എടുക്കണം. കറന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ലൂപ്പ് പോകുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് എടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാണ്, നമ്മൾ സിയിൽ നിന്ന് ഡിയിലേക്ക് പോവാണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, IR ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കറന്റ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്, നമ്മുടെ ലൂപ്പ് പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. സോ കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത്, വിച്ച് മീൻസ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. കറന്റിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോസിറ്റീവ്. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഇനി നമ്മളിങ്ങനെ പോയി ഇവിടെ നിങ്ങൾ പോവാണ്, ഇവിടെ സെല്ല് വരുന്നുണ്ട്, സെല്ലിന്റെ EMF ആഡ് ചെയ്യണം. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഈ ലൂപ്പിന്റെ വഴിക്ക് പോകുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ EMF നെഗറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ടു എപ്പോഴും ടു നോക്കാം. ടു നെഗറ്റീവ് ആണെങ്കിൽ EMF നെഗറ്റീവ് ആയിരിക്കണം. ടു പോസിറ്റീവ് ആണെങ്കിൽ EMF പോസിറ്റീവ് ആയിരിക്കണം. ക്ലീൻ കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഇത് വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ. നിങ്ങൾ ഈ ഏത് പോസിറ്റീവും ഏത് നെഗറ്റീവ് മറ്റേ ആഡ് ചെയ്യേണ്ട കേസ് നിങ്ങൾ തെറ്റിക്കില്ല. ബിക്കോസ് ഇവിടെ EMF E ഉണ്ട്, ഇവിടെ കറന്റ് I പോകുന്നുണ്ട്, I/R ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇയുടെയും IR-ന്റെയും ഓൾജിബ്രായിക് സം 0 ആണ്. സോ ഏത് പോസിറ്റീവ് എടുക്കണം ഏത് നെഗറ്റീവ് എടുക്കണം എന്നുള്ളതാണ്. സോ ഇതാണ് കൺവെൻഷൻ. നിങ്ങൾ തിരിച്ച് ഇപ്പോൾ സ്കൂളിൽ തിരിച്ചാ പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റില്ല, അതിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതി. ഫൈനൽ ആൻസറിൽ തെറ്റ് വരത്തില്ല. ബട്ട് ഇതാണ് കൺവെൻഷൻ, ദാറ്റ് കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് ആയിട്ടും, കറന്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിട്ടും, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടും, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടും. ഇതാണ് കൺവെൻഷൻ. ക്ലിയർ ആണ്? കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ ആൻഡ് ഫൈനലി കിർച്ചോഫ് സെക്കൻഡ് ലോഡ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പഠിക്കും. വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ ഈസ് ഇങ്ങനെ അറേഞ്ച്മെന്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, നടുക്കൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ, ദർ ഇസ് നോ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഗാൽവനോമീറ്റർ, ഇറ്റ് മീൻസ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. ഈ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് എഴുതാം? P, ഈ റെസിസ്റ്റൻസ് P ബൈ ഈ റെസിസ്റ്റൻസ് Q will be equal to ഈ റെസിസ്റ്റൻസ് R ബൈ ഈ റെസിസ്റ്റൻസ് S. സോ P ബൈ Q ഈക്വൽ ടു R ബൈ S. കണ്ടീഷൻ എന്താണ്? നടുക്കോടുള്ള ഈ ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. ആ സിറ്റുവേഷൻ പറയുന്ന പേരാണ് ദ ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ആ കണ്ടീഷനിൽ P ബൈ Q ഈക്വൽ ടു R ബൈ S നമുക്ക് എഴുതാം. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ഇക്വേഷൻസ്, പ്രോബ്ലംസ് ചോദിക്കുന്ന ഇക്വേഷൻസ്. നമുക്ക് പഠിക്കാം, ഡൗട്ടിലൊക്കെ ചോദിക്കാം. യെസ് ഏബൽ. എടാ ഒന്ന് ചോദിക്കും കേട്ടില്ല. അത് റീസൺ നിങ്ങൾക്ക് പറയണോ? പറഞ്ഞു പറഞ്ഞാല് നോക്കുക, ഇപ്പൊ ഇവിടെ ഇപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്യും, ശരിയല്ലേ? റെസിസ്റ്ററിൽ കൂടെ പോകുമ്പോൾ എനർജി റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ വരുമ്പോൾ എനർജി കുറവായിരിക്കും. എനർജി കുറവാണ്, പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും, വിച്ച് മീൻസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. എവിടെയും കൂടുതൽ ഈ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കൂടുതൽ, ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു. പൊട്ടൻഷ്യൽ എനർജിയും കൂടുതൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യലും കൂടുതൽ ഈ പോയിന്റാണ്, പൊട്ടൻഷ്യൽ എനർജി കുറവ് ഇവിടെയാണ്. കാരണം കുറേ എനർജി പോയി, ഹീറ്റായിട്ട് പോയി. മനസ്സിലായോ? ഈ ചാർജ് വരാണ്, ചാർജിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ആ പൊട്ടൻഷ്യൽ എനർജി കൊണ്ടാണ് ഈ ചാർജ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ റെസിസ്റ്ററുകൾ കടന്നു പോകുമ്പോൾ അതിലെ കുറേ എനർജി ഹീറ്റ് എനർജി ആയിട്ട് പോയി, ഇവിടേക്ക് എത്തിയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു. സോ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ട്, ദെയർഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. എവിടെ കൂടുതൽ? ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കാരണം ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. നമ്മുടെ കറണ്ട് ഇങ്ങനെ പോകുന്നത്, ഇവിടെ കറണ്ട് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നത്. സോ ഇതിൽ കൂടെ കടന്നു പോയപ്പോൾ എനർജി റിലീസായി, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കുറവാണ്, ശരിയല്ലേ? കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ടായി പോയി. ഇങ്ങനെ കറണ്ട് ഡയറക്ഷൻ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ, ഇവിടെ കുറവ്. സോ നമ്മൾ പൊട്ടൻഷ്യൽ
ഡിഫറൻസ് കാണുമ്പോൾ എങ്ങനെയാണ് ലോവർ പൊട്ടൻഷ്യൽ മൈനസ് ഹയർ പൊട്ടൻഷ്യൽ. നമ്മൾ ലൂപ്പ് ഇങ്ങനെ പോകുന്നെങ്കിൽ മനസ്സിലായോടാ? നമ്മളിപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് പോയി, ഡിയിൽ നിന്ന് സിയിലേക്ക് പോവാണ്. കറണ്ടിൻ്റെ സെയിം ഡയറക്ഷൻ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ എടുക്കേണ്ടത്? നെഗറ്റീവ് എടുക്കേണ്ടത്. എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു? കാരണം ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ലോവർ പൊട്ടൻഷ്യലാ, ഇവിടെ ഹയർ പൊട്ടൻഷ്യലാ. സോ ലോവർ പൊട്ടൻഷ്യൽ മൈനസ് ഹയർ പൊട്ടൻഷ്യൽ ആണ്. സോ നെഗറ്റീവ് വരും. മനസ്സിലായോ? അതാണ് ഐഡിയ. ഇവിടെയും ഇപ്പൊ ഇ എം എഫിന്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് പോകുന്നെങ്കിൽ നമ്മൾ അത് ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ, അതാണ് പോസിറ്റീവ് നെഗറ്റീവ് ബേസിക്കലി. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ നമ്മൾ ഇങ്ങനെ പോകുന്നെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ മൈനസ് ഹയർ പൊട്ടൻഷ്യൽ എടുക്കണം. അപ്പം നെഗറ്റീവ് ആയിരിക്കും. ലോവർ മൈനസ് ഹയർ നെഗറ്റീവ്. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ പോകുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ എന്തെടുക്കണം? ഹയർ പൊട്ടൻഷ്യൽ. ഫൈനൽ പൊട്ടൻഷ്യൽ ഈസ് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ മൈനസ് ലോവർ പോസിറ്റീവ് ആണ്. അതാണ് എൻ്റെ ഐഡിയ. ഓക്കെ, ഇവിടെ ഈ സിറ്റുവേഷനിൽ പക്ഷെ ഞാൻ പറയട്ടെ, നീ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ഇതിലേക്കൊന്നും പോകരുത് കേട്ടോ. വെറുതെ അൺനെസസറിലി കോംപ്ലിക്കേറ്റഡ് ആവും. അതൊന്നും പോകണ്ട. ഈ റൂളായിട്ട് തന്നെ പഠിക്കുക. അതെങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ചെയ്യുന്നത്. കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ ലോവർ ആയിരിക്കും, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഹയർ ആയിരിക്കും. സോ ലോവർ മൈനസ് ഹയർ നെഗറ്റീവ് വരും. അത് അറിഞ്ഞു വയ്ക്കുക. എന്നിട്ട് അത് വിട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂള് മാത്രം ആലോചിക്കുക, അങ്ങനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഗായ്സ് എല്ലാവരും ആ ഇക്വേഷൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് ടേംസുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം പഠിക്കുക. ക്വസ്റ്റ്യൻ ടൈം ആട്ടോ.